ഹലോ ഹായ് പ്രേക്ഷകരെ, അസ്സലാമു അലൈക്കും. സുഖമാണ് എല്ലാവർക്കും? എനിക്ക് സുഖമാണ്, അൽഹംദുലില്ലാ. സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു, അൽഹംദുലില്ലാ. വളരെ 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 സന്തോഷമുള്ളൊരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. അതായത് ഞങ്ങളുടെ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ എല്ലാ പേഷ്യൻറ്റിനെയും ഇന്ന് ഡിസ്ചാർജ് ചെയ്തു. മാഷാ അല്ലാഹ്, തബാറക്കല്ലാഹ്. ഒരു 2-3 ദിവസത്തേക്ക്. അപ്പോൾ അവിടെ വളരെ വെള്ളം കുടിക്കാതെ ആഹാരം കഴിക്കാതെ കിടക്കുന്ന ഒരുപാട് രോഗികളുണ്ട് അവിടെ. അതിൽ അള്ളാഹു നല്ലതാണെങ്കിൽ അവർക്ക് നീ ആരോഗ്യ ആഫിയത്തും ആയുസ്സും ഇട്ടുകൊടുത്ത് അവരെ എഴുന്നേൽപ്പിച്ച് നടത്തണം, മറ്റുള്ളവർക്കൊരു ഭാരമാവാതെ. അല്ലെങ്കിൽ എൻ്റെ പെറ്റുമ്മയുടെ അവസ്ഥ അവർക്ക് വരരുത്. ഒരുപാട് ഞാൻ സങ്കടപ്പെട്ടു പ്രേക്ഷകരെ, എൻ്റെ ഉമ്മയുടെ വായ്ക്കകത്ത് കുഴലിട്ടതിന്. ഞാൻ ഡോക്ടറിനോട് ചോദിച്ചു, നിങ്ങളുടെ അമ്മയ്ക്കാണെങ്കിലും നിങ്ങളിങ്ങനെ ചെയ്യൂ? അപ്പം എന്നോട് ഡോക്ടർ പറഞ്ഞു, എൻ്റെ അമ്മയ്ക്കാണെങ്കിലും ഞാൻ ചെയ്യും. കർമ്മഫലം നിങ്ങൾക്ക് തന്നെയാണ് വരുന്നത്. ഞാൻ പറഞ്ഞു, ആരാണോ കർമ്മം ചെയ്തത്, ചിലവർക്കത് തൊണ്ടക്കുഴി ഇറക്കാൻ പോലും അവർക്ക് വാ തുറക്കാൻ പോലെയുള്ള ശേഷി, ആരോഗ്യശേഷി കാണത്തില്ല. കുത്തിക്കയറ്റിയിട്ടാണ് മരിച്ചു പോകുന്നത്. അങ്ങനെ കുത്തിക്കയറ്റിയതാണ് എൻ്റെ ഉമ്മ മരിച്ചു പോയത്. ദൈവമേ, അല്ലെങ്കിൽ അള്ളാഹുവേ, ആർക്കും നീ ആ ഗതികേട് വരുത്തരുത്. എല്ലാവരെയും ഡിസ്ചാർജായി വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ പഠിച്ചവനെ വായിക്കകത്ത് കുഴലിടാതെ സന്തോഷമായിട്ട് ചിരിച്ചുകൊണ്ട് മരിക്കാൻ ആ രോഗിക്ക് നീ ഭാഗ്യം കൊടുക്കണം റഹ്മാനെ, ഭാഗ്യം കൊടുക്കണം റഹ്മാനെ. നല്ലൊരു കാര്യമാണ് ഹോസ്പിറ്റലുകാർ ചെയ്തത്. അതായത് ഞാൻ ആ ഹോസ്പിറ്റലിൽ ഐശ്വര്യമായിട്ട് കയറിയപ്പോൾ അവിടെ പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നു. ഓരോ ഹോസ്പിറ്റലുകളിലും ഇങ്ങനെ നിയമങ്ങൾ കൊണ്ടുവന്നാൽ കുറേ രോഗികൾ സന്തോഷപൂർവ്വം മരിക്കും. വായിൽ കുഴലിടുന്ന വേദന, മൂക്കിനകത്ത് ട്യൂബിടുന്ന വേദന, ഇതെല്ലാം മരണവേദന, ഇതെല്ലാം സഹിക്കണം അവർ. മരിക്കുന്ന സമയത്ത് അതെല്ലാം സഹിച്ച് വേണം അവർ മരിക്കാൻ. വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ സന്തോഷമുള്ള ചെറുമക്കളെയും കണ്ട് മക്കളെയും കണ്ട് സന്തോഷമുള്ള ക്ഷമയോടുകൂടി നമ്മൾ ഒരിച്ചിരി വെള്ളം കുടിച്ച് മൂക്കി ട്യൂബിടാതെ അതിലൊരു സന്തോഷമുണ്ട്, സമൃദ്ധിയുണ്ട്. അതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. ഇനിയും ഇങ്ങനെ ഹോസ്പിറ്റലുകാർ നല്ല നല്ല തീരുമാനങ്ങൾ കൊണ്ടുവന്നാൽ അടിപൊളിയായിട്ടിരിക്കും, സന്തോഷമായിട്ടിരിക്കും. വായിൽ കുഴലിടാതെ ആരും മരിക്കരുതെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പം ഞാൻ ആ ഹോസ്പിറ്റലിൽ പോയപ്പം ദൈവം അവിടെ കടാക്ഷിച്ചു. അതുകൊണ്ടാണ് ഇങ്ങനൊരു സന്തോഷ വാർത്ത എനിക്ക് നിങ്ങളോട് പറയാൻ വേണ്ടി തോന്നിയത്. പിന്നെ ഒരു സന്തോഷ വർത്താനം ഞാൻ പറയാം. ഇവിടെ ആങ്ങളൊക്കെ പൂച്ചയെ കിട്ടിയിട്ടോ, മാഷാ അല്ലാഹ്, തബാറക്കല്ലാഹ്. അപ്പം അത് 2 ദിവസമായിട്ട് എന്താ പറയുക, വായിക്കൂടെ വെള്ളം വരുന്നു, വല്ലാത്തൊരവസ്ഥ. ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി നിന്നതാണ് കേട്ടോ. സത്യത്തിൽ അള്ളാഹു എന്നെ എന്താക്കിയെന്ന് എനിക്കറിയത്തില്ല. ഒരു ഡോക്ടറാണോ അല്ലെങ്കിൽ എന്താണ് അള്ളാഹു എന്നെ ആക്കിയതെന്ന് എനിക്ക് തന്നെ നിങ്ങളോട് പറയാൻ പറ്റുന്നില്ല. ഒരു ദിവസമായിട്ട് അത് കരച്ചിലില്ല. മുസാഫ എന്നാണ് അതിൻ്റെ പേര്. മുസാഫ എന്ന് വിളിക്കുമ്പോൾ വന്ന ദിവസം മ്യാവും മ്യാവും എന്ന് കരയുമായിരുന്നു. പിന്നെ ആ കരച്ചിലിൻ്റെ സൗണ്ടില്ല. ഞാൻ അടുത്ത് ചെന്നു മഞ്ഞളും ഉപ്പുമായിട്ട് അതിൻ്റെ ഇങ്ങനെ കുട്ടികളുമായിട്ട് അവിടെ നിന്ന്, നമ്മൾ ചേർന്ന് നിൽക്കാതെ കുറച്ച് ഡിസ്റ്റൻസിൽ നിന്ന്, എനിക്ക് പൂച്ചയെ പോലും പിടിക്കാൻ അറിയത്തില്ല. പക്ഷേ പടച്ചോൻ എൻ്റെ കൂടെ ചില സമയത്ത് പടച്ചോൻ വർക്ക് ചെയ്യും. മാഷാ അല്ലാഹ്, തബാറക്കല്ലാഹ്. പൂച്ച, നാക്ക് നീട്ടിക്കൊണ്ടിരുന്ന പൂച്ച ഇപ്പോൾ നല്ല സന്തോഷവാനായിട്ട് നിൽക്കുകയാണ്. മാഷാ അല്ലാഹ്, തബാറക്കല്ലാഹ്. വെള്ളം കുടിച്ചു, കുറച്ച് ക്യാറ്റ് ഫുഡ് കഴിച്ചു, അൽഹംദുലില്ലാ. ഞാൻ അടുത്ത വീഡിയോയിൽ മുസാഫയെ കാണിച്ചു തരാം കേട്ടോ. ഗോഡ് ബ്ലെസ് യു.
ദൈവം എല്ലാവർക്കും ദീർഘായുസ്സും ആരോഗ്യ ആഫിയത്തും സമൃദ്ധിയും സമാധാനവും സൗഭാഗ്യവും ജീവിതത്തിൽ പ്രദാനം ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.